ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് കാശിക്കുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങാണേ. അപ്പോൾ കുഞ്ഞാവിനെ കൊണ്ടുപോകണില്ല, കാരണം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അത് കാരണം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഇത് കട ഉണ്ടോ ഇല്ലയെന്ന് അറിയാണ്ടുള്ള പോക്കാണ് കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. കാരണം ഏട്ടൻ ജിം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒത്തിരി ടൈമായി. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇന്ന് മഴ പെയ്തെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഗാനമേള നടക്കുകയാണ് കേട്ടോ. ചാലക്കുടി പ്രസീതയുടെ ഗാനമേളയാണ്. ഞങ്ങൾ നേരത്തെ വരണമെന്ന് വെച്ചിട്ട് നടന്നില്ല. ഇനിയിപ്പോൾ കട അടച്ചു പോകുന്നുള്ള പേടിയുണ്ട് ഞങ്ങൾ നേരെ അങ്ങ് പോവാണ്. തിരിച്ച് വരുമ്പോൾ ഒന്ന് ഇറങ്ങി കാണാമെന്ന് ഓർത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടയിൽ ചെന്നു. അത് കറക്റ്റ് ടൈമിന് ചെന്നു. കട അടയ്ക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിന് ചെന്നു. അപ്പോൾ ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ഓരോന്നെടുത്ത് നോക്കണം. അപ്പോൾ അവന് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്തു കേട്ടോ. കാരണം അവനെല്ലാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവനൊന്നും ഇടാൻ പറ്റാത്ത കാരണം കുറച്ച് ടീഷർട്ട് എടുക്കാനാണ് വന്നത്. അങ്ങനെ 3-4 ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് എടുത്തില്ല, കാരണം ഇടയ്ക്ക് നമുക്ക് വന്ന് നല്ലോണം എടുത്താണ് കേട്ടോ. അപ്പോൾ ഇവനും എടുത്തതാണ്, പക്ഷെ അവനത് പെട്ടെന്ന് ചെറുതായിപ്പോയി. അങ്ങനെ തിരിച്ചിറങ്ങി അവൻ പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ ഒരു കടയിൽ നിന്ന് തന്നെ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ചങ്ങോട്ട് പോട്ടെ, കാരണം ഇവനൊരു ചെരുപ്പ് കൂടെ വാങ്ങിക്കണം വെച്ചോണ്ടിരിക്കുക. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവനൊരു ചെരുപ്പ് വാങ്ങാൻ തപ്പി പോവാണ് കേട്ടോ. പക്ഷെ കടകളൊക്കെ അടച്ചു. അപ്പോൾ ഇന്നിനി വാങ്ങണ്ട എന്നുള്ള പ്ലാനിലൊക്കെ അങ്ങ് പോവുമായിരുന്നേ. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം, അവനിന്ന് ചെരുപ്പ് വാങ്ങാനുള്ള യോഗം ഉണ്ട് കേട്ടോ. കട കിട്ടി. ഇങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കട കയറി. ആശാൻ ചെരുപ്പ് കിട്ടുന്ന സന്തോഷത്തിലാണ്. വലിയ ഗെയിമൊക്കെ ഇട്ട് നടപ്പും നിപ്പും ഒക്കെ കണ്ട വലിയ ആരാണ്ടെന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണേ. അങ്ങനെ ഒരു ചെരുപ്പ് എടുത്ത് ഞങ്ങൾ ഇട്ടിട്ട് നോക്കി കേട്ടോ. അപ്പോൾ അവന് പറ്റിയതൊന്നും ഇല്ല, ഇഷ്ടപ്പെട്ടതൊന്നും അവന് പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഒരെണ്ണം ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ അവന് ചെരുപ്പ് അത്യാവശ്യമായതുകൊണ്ട് ഇന്നിനി വേറെ കട തപ്പണ്ടല്ലോ എന്നോർത്ത് ഇത് തന്നെ അങ്ങ് എടുത്തു കേട്ടോ. പിന്നെ അവന് ഡെയിലി യൂസിന് ഇത് ധാരാളം. അപ്പോൾ വേറെ ഒരെണ്ണം നല്ലത് വാങ്ങിക്കാമെന്ന് ഓർത്ത് തൽക്കാലം ഞങ്ങളിത് എടുത്തു. പിന്നെ കുഞ്ഞാപ്പിക്ക് ഒരു ഷൂവും കൂടെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് ഒരു കളർ ബുക്കും ഒരു ക്രയോൺസും കൊടുത്തു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഏട്ടന് നല്ലപോലെ വിശക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഫുഡ് കഴിക്കാമെന്ന് കയറി. ബിരിയാണി ചോദിച്ചു, ബിരിയാണി ഇല്ല, ഈ ഒരു ടൈം ആയില്ലേ. അങ്ങനെ പൊറോട്ട കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവനും അത് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. പിന്നെ അവന് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം ലേറ്റ് ആയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ഞങ്ങളത് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പൊറോട്ടയും ബീഫും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ടൗണിൽ നിന്ന് ഇത്ര ഓടി ഇവിടം വരെ വന്നത് ഈ കടയിൽ നിന്ന് തന്നെ കഴിക്കാനാണ്. അപ്പോൾ കാശിക്കുട്ടനും കഴിച്ചു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരെണ്ണവേ അവൻ കഴിക്കത്തുള്ളൂ, അത് തന്നെ മൊത്തം തീർക്കാൻ അവനെ കൊണ്ട് പാടാണ്. എന്നിട്ട് ഭയങ്കര ഡെമ്പിലൊക്കെ വ്ളോഗ് എടുക്കുന്ന കാരണം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഇതൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോണ ഒരു ഗാനമേള കാണാൻ നിന്ന് കേട്ടോ. നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. ഞങ്ങളൊരു 7 മണിയായപ്പോൾ എൻ്റെ സ്റ്റുഡൻസായിട്ട് വരാനിരുന്നേ. പിള്ളേർ കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ കുഞ്ഞിന് ഇച്ചിരി കുറുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ പിള്ളേർ ഭയങ്കര വിഷമത്തിലായിരുന്നു ഇന്ന്. ഞങ്ങൾ ഒത്തിരിയേറെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി, കാരണം കുഞ്ഞ് വീട്ടിലുള്ള കാരണം പെട്ടെന്ന് തന്നെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ ഇടിയൊക്കെ വിട്ടിരുന്നു. ഇടയ്ക്ക് പേടിച്ച് നല്ലപോലെ കരഞ്ഞുറങ്ങി എന്നാണ് അമ്മ പറഞ്ഞത്. ചെന്നപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.